LDF കൺവീനർ സ്ഥാനത്തിരുന്ന ജയരാജനേക്കാൾ പാർട്ടിക്കുള്ളിലെ എതിരാളികൾ സ്ഥാനമാനങ്ങളുടെ കെട്ടുകളില്ലാത്ത EP ജയരാജനെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നടപടിക്ക് പഴുതിനിയും ബാക്കിയുണ്ടെന്ന് പറയാതെ പറയുന്നുണ്ട് നേതൃത്വം. EP-യെ ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങിയത് P ജയരാജനാണ്. EP-ക്കെതിരായ റിസോർട്ട് വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലും എന്ത് നടപടിയെടുത്തെന്നായിരുന്നു കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജന്റെ ചോദ്യം. നിലവിൽ പരിഗണിച്ചിട്ടില്ലെന്ന യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകി. 2022 വൈദേകം ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ EP-ക്ക് വഴിവിട്ട ഇടപാടുകളുണ്ടെന്നും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും P ജയരാജൻ പാർട്ടി യോഗത്തിൽ തുറന്നടിച്ചത്. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം മൗനത്തിലാണ് EP. ജയരാജന്റെ അടുത്ത നീക്കം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. കാസർഗോഡ് ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പന കേന്ദ്രം മാറ്റാൻ MP ഗോവിന്ദൻ ഇടപെട്ടുവെന്ന സെക്രട്ടേറിയറ്റിൽ EP മുൻപറിയിച്ചിരുന്നു. ഇതടക്കം വ്യക്തിവിരോധങ്ങൾ പുറത്താക്കലിലേക്ക് നയിച്ചുവെന്നാണ് EP-യുടെ അടുപ്പക്കാരുടെ വാദം. അതിനാൽ കേന്ദ്ര കമ്മിറ്റിക്ക് EP ജയരാജൻ പരാതി നൽകാൻ സാധ്യതയുണ്ട്. പരസ്പരം നേതാക്കൾ പോരാടാനിറങ്ങിയാൽ പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.